നമസ്കാരം. വരാനിരിക്കുന്ന 24 മണിക്കൂർ ഇന്ത്യ അമേരിക്കൻ ബന്ധത്തിൽ നിർണായകമാവുകയാണ്. ഇന്ത്യക്ക് മേൽ ദ്രുതഗതിയിൽ താരിഫ് കൂട്ടി റഷ്യയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള അവസാന ഘട്ട ശ്രമങ്ങളിലേക്ക് ട്രംപ് കടന്നു എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. സ്വന്തം നിലപാടുള്ളവരെ ട്രംപിന് തീരെ പിടിക്കില്ല. താരിഫ് വർധനവ് ഇന്ത്യക്ക് മേൽ മാത്രമല്ല ഒട്ടുമിക്ക രാജ്യങ്ങൾക്കുമേലും ചുമത്തിക്കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും തീരുമാനത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ ട്രംപിന് ഇത്രയും രാജ്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമാണ് ആകെ വെപ്രാളം. ട്രംപിനെ പേടിപ്പിക്കാൻ മാത്രം ഇന്ത്യ വളർന്നു എന്നത് തന്നെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇന്ത്യ മാത്രമാണ് ട്രംപിന്റെ തോന്നിവാസങ്ങൾ കയ്യും കെട്ടി നിന്ന് അനുസരിക്കാൻ മനസ്സില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന ഏക രാജ്യം. ഭീരുവിനെ പോലെ എന്തെങ്കിലും കേട്ട് മിണ്ടാതെ അനുസരിക്കാൻ ഇന്ത്യയെ കിട്ടില്ല. എന്നാൽ അടുത്ത തരത്തിൽ ഇന്ത്യക്കെതിരെ നീങ്ങാനാണ് ട്രംപിന്റെ പുതിയ തീരുമാനം. ഇന്ത്യ നല്ലൊരു വ്യാപാര പങ്കാളിയല്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്കു മേലുള്ള തീരുവ കാര്യമായ തോതിൽ വർദ്ധിപ്പിക്കുമെന്നും CNBC ചാനലിലെ പ്രഭാത പരിപാടിയിൽ ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യയുമായി US കാര്യമായ വ്യാപാരം നടത്തുന്നില്ല എന്നും ഏറ്റവും തീരുവ ചുമത്തുന്ന രാജ്യമായതുകൊണ്ടാണ് 25% തീരുവ ചുമത്തിയതെന്നും ട്രംപ് പറഞ്ഞു. റഷ്യയിൽ നിന്ന് ഇപ്പോഴും എണ്ണ വാങ്ങുന്നത് കൊണ്ട് ഇന്ത്യക്ക് മേൽ തീരുവ കൂട്ടാൻ പോവുകയാണ് എന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. യുദ്ധത്തിന് ഇന്ധനം പകരുകയാണ് ഇന്ത്യ എന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിന് തടസ്സമായി നിൽക്കുന്നത് തീരുവയാണ് എന്ന് ട്രംപ് തുറന്നടിച്ചു. ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ദിവസവും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ അതിലൊന്നും വീഴാൻ മോദി തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനുള്ള മറുപടി എന്നോണം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ US-ഉം യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ഉന്നം വെക്കുന്നത് അനീതിയാണ് എന്ന് ശക്തമായി പ്രതികരിച്ചിരുന്നു. ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിനിടയിലും അമേരിക്ക റഷ്യയിൽ നിന്ന് യുറേനിയം ഹെക്സാഫ്ലൂറൈഡും യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ രാസവസ്തുക്കളും വാങ്ങുന്നതും ചൂണ്ടിക്കാട്ടി. US-ന്റെ ഏകപക്ഷീയമായ തീരുവ ചുമത്തലിന് ഇന്ത്യ വെറുതെ നിന്നുകൊടുക്കില്ലെന്ന വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം നടത്തിയ പ്രസ്താവന. ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ പലതവണ ഇന്ത്യക്കെതിരെ US പ്രകോപനം ഉണ്ടായപ്പോഴും ഒരു തവണ പോലും പരസ്യ പ്രതികരണത്തിന് കേന്ദ്രം തയ്യാറായിരുന്നില്ല. US-ഉമായുള്ള മെച്ചപ്പെട്ട ബന്ധം ലക്ഷ്യമിട്ട് നിശബ്ദതയാണ് കേന്ദ്രം പിന്തുടർന്നത്. എന്നാൽ റഷ്യയെ കൈവിടാൻ തയ്യാറല്ല എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാനും ഇന്ത്യ തയ്യാറായില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 25% തീരുവയ്ക്ക് പുറമെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ വീണ്ടും തീരുവ വർധന ഉണ്ടാകുമെന്ന പ്രഖ്യാപനത്തിനു പിന്നാലെയാണ് ഇന്ത്യ ആദ്യമായി പ്രതികരിച്ചത്. ഇന്ത്യയെ വിമർശിക്കുന്നവർ റഷ്യയുമായി വാണിജ്യ ബന്ധം തുടരുന്നുവെന്ന് പറഞ്ഞാണ് US-ന്റെയും യൂറോപ്പിന്റെയും ഇരട്ടത്താപ്പ് കേന്ദ്ര സർക്കാർ തുറന്നുകാട്ടിയത്. മുൻപ് സ്റ്റീലിനും അലൂമിനിയത്തിനും US തീരുവ ഇരട്ടിയാക്കിയപ്പോൾ പകരം തീരുവയും ഇരട്ടിയാക്കുമെന്ന് ഇന്ത്യ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇത് ലോക വ്യാപാര സംഘടനയുടെ നടപടിക്രമത്തിന്റെ ഭാഗമായിരുന്നു. US-നെ കടന്നാക്രമിക്കുന്ന രീതി അപ്പോൾ പോലും ഇന്ത്യ സ്വീകരിച്ചിരുന്നില്ല. നോട്ടീസ് പ്രകാരമുള്ള പകരം തീരുവ ഇന്ത്യ ഇതുവരെ ഈടാക്കി തുടങ്ങിയിട്ട് പോലുമില്ല. 2018 സ്റ്റീലിനും അലൂമിനിയത്തിനും തീരുവ ചുമത്തിയപ്പോൾ ബദാം അടക്കം 28 US ഉൽപ്പന്നങ്ങൾക്ക് കസ്റ്റംസ് തീരുവ ചുമത്തിയാണ് ഇന്ത്യ മറുപടി നൽകിയത്. 25% പകരം തീരുവ ചുമത്തിയപ്പോൾ പോലും ഇന്ത്യയുടെ പ്രതികരണം ശ്രദ്ധയോടെയുള്ളതായിരുന്നു. പകരം തീരുവയുടെ സ്വാധീനം പഠിക്കുമെന്ന് മാത്രമാണ് വ്യക്തമാക്കിയത്. ഇന്ത്യക്കാൾ ചൈനയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. 2024 ഇന്ത്യ $5270 കോടി റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തപ്പോൾ ചൈന വാങ്ങിയത് $6260 കോടി എണ്ണയാണ് എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ചൈനയെ ട്രംപ് ഇക്കാര്യത്തിൽ വിമർശിക്കുന്നില്ല എന്നതാണ് ഏറെ വിചിത്രമെന്ന് ഗവേഷണ സ്ഥാപനമായ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് ചൂണ്ടിക്കാട്ടി. അങ്ങനെ ട്രംപിന്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ അനുസരണയുള്ള നായയെ പോലെ വാലാട്ടി നിന്ന് കേൾക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ട്രംപ് ഇന്ത്യയെ കൂട്ടേണ്ട. അങ്ങനെ മുട്ടുവിറച്ചു നിൽക്കാൻ ഇന്ത്യ ഭരിക്കുന്നത് മോദി അല്ലായിരിക്കണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച